ഇവിടത്തേക്ക് നോക്ക്, കർണാടകയിൽ കാട്ടുകോഴി പൊരിച്ചത് കൊടുക്കുന്നുണ്ട്. കാട്ടുകോഴി പൊരിച്ചത് പോയാലോ? അപ്പൊ നമ്മള് കാട്ടുകോഴിനെ പൊരിച്ചത് കഴിക്കാൻ പോയേ കർണാടകയിലേക്ക്. അപ്പൊ നമ്മളിതാ വണ്ടി എടുത്ത് കാട്ടിലൂടെ കർണാടകക്ക് പോയാണ് കാട്ടുകോഴിയെ കഴിക്കാനായിട്ട്. അപ്പൊ ഗുണ്ടൽപേട്ടിലാണ് സംഭവം. കാട്ടുകോഴി ഫ്രൈ, കാട്ടുകോഴി പൊരിച്ചത് ഒരു ഹോട്ടലിൽ കിട്ടുമെന്ന് അറിഞ്ഞത്. സംഭവം ഒറിജിനൽ കാട്ടുകോഴിയാണോ ഇനി അഥവാ വേറെ എന്തെങ്കിലും കോഴിയാണോ എന്നുള്ളതൊക്കെ അവിടെ ചെന്ന് കഴിച്ച് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം സമയം ഏകദേശം ഒരു 6:30 ആവാനായി വൈകിട്ട്. അപ്പോൾ നമ്മൾ ലേറ്റായിട്ടാണ് പോണത്. ഇന്നിനിപ്പോൾ അവിടെ പോയി പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരാൻ പറ്റുമെന്ന് തോന്നണല്ലോ. ഇന്നിപ്പോൾ അവിടെ വല്ലയിടത്തും റൂമൊക്കെ എടുത്ത് സ്റ്റേ ചെയ്യേണ്ടി വരും. ഞായറാഴ്ച വൈകിട്ടായതുകൊണ്ട് തന്നെ മാക്സിമം തിരക്കുണ്ട്. വണ്ടികളും ടൂറിസ്റ്റ് ബസ്സുകളും അത്യാവശ്യം ആൾക്കാരൊക്കെ ഗുണ്ടൽപേട്ട് മുത്തങ്ങയൊക്കെ കറങ്ങാൻ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് റോഡ് നിറച്ച് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഞാൻ എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോയാലോന്ന് ഓർത്ത് ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഇവരെ വഴിക്ക് വെച്ച് കണ്ടത്. അപ്പോൾ പിന്നെ അവരെയും വിളിച്ചുകൊണ്ട് അങ്ങ് പോയി. ഒറ്റയ്ക്ക് പോയി ഷോ അടിക്കണ്ടല്ലോ എന്ന് ഓർത്ത് രണ്ടുപേരെയും കൂടി പൊക്കി. മഴയൊക്കെ മാറിയതോടെ തന്നെ കാടിൻ്റെ പച്ചപ്പൊക്കെ മാറി. ഇപ്പോൾ ഏകദേശം കാടൊക്കെ ഏകദേശം ഉണങ്ങി തുടങ്ങി. ഇനി ഒരു 2 മാസം കൂടി കഴിയാൻ നേരം മുത്തങ്ങ കാട് ഒരു ഗോൾഡൻ കളറാവും. പച്ചപ്പൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഗോൾഡൻ കളറിലേക്ക് എത്തും. ഓരോ സീസണിലും ഈ വഴി യാത്ര ചെയ്യാനൊരു പ്രത്യേക ഫീലിംഗാണ്. മുത്തങ്ങ ഫോറസ്റ്റിലൂടെ മൺസൂൺ സീസൺ ആകുമ്പോൾ വേറൊരു ഫീലിങ്സ്, വിൻ്റർ സീസൺ ആകുമ്പോൾ വേറൊരു ഫീലിങ്സ്, സമ്മർ ആകുമ്പോൾ വേറൊരു ഫീലിങ്സ്. അത് എല്ലാ സമയത്തും ഈ വഴി ഒന്ന് വന്ന് നോക്കണം. എത്ര പോയാലും മടുക്കില്ല. വയനാടിൻ്റെ ഇഷ്ടം പോലെ ഫോറസ്റ്റ് ഉണ്ട്. പല ഭാഗം തോൽപ്പെട്ടി, ബാവലി, പല റൂട്ടിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ മുത്തങ്ങ വഴി ഗുണ്ടൽപേട്ട്, മൈസൂർ, ബാംഗ്ലൂർ. ഇതൊരു അടിപൊളി ഒരു റൂട്ട് എക്സ്പീരിയൻസ് ആണ്. അതെന്താണെന്നറിയില്ല, ഒരു പ്ലാനും ഇല്ല, വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും നേരെ വണ്ടി എടുത്ത് നേരെ പോകാൻ ആലോചിക്കുന്നത് ഫസ്റ്റ് തന്നെ പിടിക്കണം നമ്മൾ ഈ റൂട്ടായിരിക്കും. നേരെ മുത്തങ്ങ, ഗുണ്ടൽപേട്ട്, അല്ലെങ്കിൽ ബന്ദിപ്പൂര്, ആ വഴി ഊട്ടി, അല്ലെങ്കിൽ ലെഫ്റ്റ് മൈസൂര്, ബാംഗ്ലൂർ. വെറുതെ അവിടെ ഇവിടെയൊക്കെ തെണ്ടിത്തിരിഞ്ഞ് കറങ്ങി നടന്നിട്ട് തിരിച്ചു വരും. എവിടെയെങ്കിലും പോയി നൈറ്റ് റൂം എടുത്ത് സ്റ്റേ അടിച്ച് രാവിലെ തിരിച്ചു വരും. ഇതാണ് മുത്തങ്ങയിലെ പൊൻകുഴി അമ്പലം. ഇവിടെ ഇപ്പോൾ ഈ ശബരിമല സീസണൊക്കെ ആയതുകൊണ്ട് അവിടെ നിറച്ച ആൾക്കാരൊക്കെ ഉണ്ട്, നല്ല തിരക്കുണ്ട്. വണ്ടിക്കാരൊക്കെ നിർത്തിയിട്ടുണ്ട്. ഫുഡ് കഴിക്കലും പരിപാടികളൊക്കെ ആയിട്ടുള്ള പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കും. നമ്മളിവിടെ നിർത്താനല്ല, നേരെ പോയാണ്. കാരണം ഇരുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോറസ്റ്റിലൂടെയുള്ള റൈഡ് ലേശം റിസ്ക്കാണ്. പിന്നെ എപ്പോഴും ഫോറസ്റ്റിൽ കൂടി നൈറ്റ് റൈഡ് തന്നെയാണ്. ആൾക്കാരുടെ തെറിയിട്ട് മടുത്ത്. കമൻറ്റ് ബോക്സിൽ ഫുള്ള് തെറിയായി രാത്രി കാട്ടിക്കൂടി പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി നേരത്തെ പിടിച്ചതായി വഴി. എന്തായാലും കുറേ കമൻറ്റ്, 500,000 കമൻറ്റൊക്കെയാണ് അതിൽ ആൾക്കാരുടെ ഉപദേശങ്ങളും തെറിയും മറിച്ചതൊക്കെ ആയിട്ട് കേൾക്കണം. അതുകൊണ്ട് നമ്മൾ നൈറ്റ് റൈഡ് ലേശം ഫോറസ്റ്റ് നൈറ്റ് റൈഡ് ലേശം എനിക്ക് കുറച്ച്. ഇവിടെ ഈ ഫോറസ്റ്റിൽ കടുവയുണ്ട്, കരടിയുണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മുടെ കമ്പനിക്കാർ തന്നെ പലരും കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഈ കാട്ടിക്കൂടി രാത്രിയും പകലും രാവിലെ എന്തോരം പോയിട്ടുണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ ആഴ്ചയിലും ഒരു 1-2 ദിവസം വെച്ച് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. ഇതുവരെ ഒരു കടുവേനെ, ഒരു കരടീനെ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല ഈ മുത്തങ്ങയിൽ. അമ്മാതിരി സൈസ് കടുവയൊക്കെ ഈ വഴി പാസ് ചെയ്യണം എൻ്റെ കമ്പനിക്കാർ കണ്ടിട്ടുണ്ട്. ഞാനും ആ കൂട്ടത്തിലുണ്ട്. പക്ഷേ ജസ്റ്റ് മിസ്സിനാണ് ആ സാധനം അവർ കണ്ടത്. ഞാൻ അവരുടെ മുമ്പേ പാസ്സായിപ്പോയി. അതിൻ്റെ പുറകെ വന്നവനാണ് ഈ സാധനം കണ്ടത്. അത് കാണാനൊരു ഭാഗ്യം വേണം, അതായിരിക്കും സംഭവം. ഞാനെപ്പോഴും ഇത് കാണാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയാണ് കൂടുതൽ ഇതിനകത്തേക്ക് കയറുന്നത്. പക്ഷേ ഗോപ്രോയും സെറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങും. പക്ഷേ ഇന്നേവരെ ആനേനെയും കിട്ടിയിട്ടുണ്ട്, കുറേ കുരങ്ങനെയും, പിന്നെ കാട്ടുകോഴി, മാന്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടുന്ന് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. ഈ കടുവ, കരടി അങ്ങനെയുള്ള ഡേഞ്ചർ സാധനങ്ങളൊന്നും നമ്മുടെ മുമ്പിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ കാട്ടുപോത്തിനെ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ മയിലിനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളാണ് കൂടുതലും കിട്ടിയിട്ടുള്ളത്. ഇന്നിനി എന്തെങ്കിലും കിട്ടുമോയെന്ന് അറിയില്ല കേട്ടോ, ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പോൾ സമയം ഏകദേശം 7 മണി ആവാനായി. ഈ സമയത്ത് മിക്കവാറും കിട്ടാനുള്ള ചാൻസ് കൂടുതലും ഈ സമയത്താണ് കൂടുതലും ആനകളൊക്കെ റോട്ടിൽ ഇറങ്ങിയിരിക്കണത്. ഈ സമയത്താണ് മിക്കവർക്കും സാധനങ്ങൾ, ഈ വൈകിട്ട് സമയത്താണ് മിക്കത് കിട്ടുന്നത്. ഇതേ ഒരു മാന് നിൽക്കുന്നുണ്ടാവും. മിക്കവാറും ഇപ്പോൾ റോഡ് ചാടും കേട്ടോ, ശ്രദ്ധിച്ച് നോക്കിയോ. റൈറ്റ് സൈഡിൽ റോഡ് നമ്മുടെ വണ്ടിക്ക് കുറുകെ ചാടാനുള്ള നിപ്പായിരുന്നു. പക്ഷേ അവൻ നേരെ തിരിച്ച് വെക്കളഞ്ഞു. ഇതേ ഒരു ആനേനെ കിട്ടിയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ. ഇവനെ കണ്ടിട്ട് വലിയ കുഴപ്പക്കാരനല്ല, കൊമ്പൊന്നുമില്ല, പക്ഷെ ചെറുതാണെന്ന് തോന്നണം. ഏകദേശം കാടിൻ്റെ നടുക്കെത്തിയിട്ടുണ്ട്. മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. റെയിൻകോട്ടും എടുത്തിട്ടില്ല. ഇവിടെ എങ്ങും കയറി നിൽക്കാൻ പോലും സ്ഥലമില്ല. ഇനിയിപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ഗുണ്ടൽപേട്ട വരെ നനയണം, അല്ലാതെ വേറൊരു വഴിയുമില്ല. ഇടയ്ക്ക് ഇങ്ങനത്തെ പണി മുത്തങ്ങയിൽ വരുമ്പോൾ കിട്ടാറുണ്ട്. ചില സമയത്ത് ഫോറസ്റ്റിൻ്റെ നടുക്ക് വന്ന് കഴിയുമ്പോൾ ഇവിടെ മഴയായിരിക്കും. ചില സമയത്ത് നമ്മൾ വയനാട്ടിൽ നിന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ അകം ഫുള്ള് കോടയായിരിക്കും. അങ്ങനെ ചില സമയത്ത് അങ്ങനത്തെ പണികൾ കിട്ടാറുണ്ട്. എന്തായാലും മഴ ചെയ്തുകൊണ്ട് ക്യാമറയൊന്ന് ഓഫാക്കി വെക്കുകയാണ്. ഇനി ഗുണ്ടൽപേട്ട എത്തിയിട്ട് കാണാം. അങ്ങനെ ഇതാ നമ്മൾ ഗുണ്ടൽപേട്ട ടൗൺ എത്താനായി, ടോൾ എത്താനായി ഇപ്പോൾ ഏകദേശം. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടി ഉള്ളു നമ്മുടെ കാട്ടുകോഴി ഫ്രൈ കിട്ടുന്ന ഹോട്ടലിലേക്ക്.
ഏകദേശം ഒരു ഡേഞ്ചർ സ്ഥലമാണ് ഈ ഗുണ്ടൽപേട്ട എന്ന് പറഞ്ഞാൽ രാത്രി. ഇവിടെ കുറേ പേർക്ക് പലതരം സീനുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ലോറി ഡ്രൈവർ ഭാര്യയും കൊച്ചും ഭർത്താവും കൂടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരെ വണ്ടി ഇടിപ്പിച്ച് വണ്ടി കയറി അരഞ്ഞ് ആകെ സീനായിപ്പോയി. അങ്ങനെ ഡേഞ്ചർ ഒരു ഏരിയയാണ് ഈ ഒരു സ്ഥലം. ടൗണിലേക്ക് എത്താൻ നേരം ഇതേപോലെ വാം ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അടിപൊളി വൈബാണ്. കർണാടകയുടെ ഒരു നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു മൂഡാണ്. നമ്മൾ വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഗുണ്ടൽപേട്ടക്കൊക്കെ വരുമ്പോൾ പെട്ടെന്നാണ് ആ ഒരു കൾച്ചർ വ്യത്യാസം വന്നത്. ഒരു ലൈറ്റും കാര്യങ്ങളും ഭക്ഷണവും മൊത്തത്തിലുള്ളൊരു ഭയങ്കര ഒരു ചേഞ്ചാണ് ഇവിടെ വരുമ്പോൾ. നമുക്ക് പ്രത്യേക ഒരു ഫീലാണ് വയനാട്ടിൽ നിന്ന് നേരെ ഗുണ്ടൽപേട്ടൊക്കെ വന്നു കഴിയാൻ നേരം. കണ്ടോ ഇതേപോലെ വാം ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് റോഡൊക്കെ ഫുള്ള് കളർഫുള്ളാണ് ഇവിടെ. ഏകദേശം ഇവിടെ ഒരു രാത്രി 9 മണി വരെ മാക്സിമം തിരക്കുണ്ടാവുള്ളൂ. കാരണം ഇവിടെ 9 മണിയാകുമ്പോൾ കേരളത്തിലേക്കുള്ള ചെക്ക് പോസ്റ്റും തമിഴ്നാട്ടിലേക്കുള്ള ചെക്ക് പോസ്റ്റും ഒക്കെ ക്ലോസ് ചെയ്യും. പിന്നെ റോട്ടിൽ ആരും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ കള്ളന്മാരുടെയും പിടിച്ചവർക്കാരുടെയൊക്കെ പ്രധാന ഒരു സ്പോട്ടായി മാറണത് ഇത്. ഗുണ്ടൽപേട്ട ടൗൺ എത്താനായപ്പോൾ വീണ്ടും മഴ ഒന്ന് നൈസായിട്ട് പൊടിഞ്ഞു തുടങ്ങിയിട്ടോ. നമ്മുടെ ക്യാമറേൻ്റെ ലെൻസിലൊക്കെ വീണ്ടും വെള്ളം വീഴാൻ തുടങ്ങി. കർണാടകയിൽ ഇപ്പോൾ മഴയുണ്ട്, പക്ഷേ ചെറുതായിട്ട് തണുപ്പുമുണ്ട്. രാവിലെ ആണെങ്കിൽ ഇവിടെ ഇതിലും നല്ല തണുപ്പായിരിക്കും. രാവിലെ വയനാട് കാലാവസ്ഥ നന്നായിട്ട് കിട്ടും ഇവിടെ. പകലാണെങ്കിൽ നല്ല വെയിലും. മഴയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊടിയാനുള്ളൂ, പക്ഷെ വലുതായിട്ട് നമ്മുടെ മേത്ത് അങ്ങനെ നനയണം കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ മഴയതുകൊണ്ട് ക്യാമറ ഒന്ന് ഓഫാക്കിയിടേ. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ഹോട്ടലിൽ ചെന്നിട്ട് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് കാട്ടുകോഴി കിട്ടുമെന്ന് പറഞ്ഞ ഹോട്ടൽ മുക്താർ. നമുക്ക് പോയി ചോദിച്ചു നോക്കാം ഇവിടെ. നമ്മൾ കുറേ കാലം മുമ്പുള്ളൊരു വീഡിയോയാണ് കണ്ടത്, ആരോ ചെയ്തത്. ഈ ഹോട്ടലിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വന്നത് ഗുണ്ടൽപേട്ട ടൗണിൽ നിന്ന് ചാംരാജ് നഗർ റോഡ്, ആ റോഡ് കയറി ഒരു 100 മീറ്റർ ഫ്രണ്ടിലേക്ക് വരുമ്പോഴാണ് ഈ ഹോട്ടലുള്ളത്. കണ്ടില്ലേ, അവിടെ റോഡ് കാണാൻ പറ്റുന്നില്ല. അതാണ് ഗുണ്ടൽപേട്ട ടൗൺ, ആ ചെക്ക് പോസ്റ്റൊക്കെയുള്ള ജംഗ്ഷൻ. അവിടുന്ന് ഇച്ചിരി ഫ്രണ്ടിലേക്ക് വന്നാൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് കാട്ടുകോഴി ഓർഡർ ചെയ്യാം. സംഭവം ഉണ്ടോയെന്ന് അറിയില്ല, നമുക്ക് ഈ ചേട്ടനോട് ചോദിച്ചു നോക്കാം. കാട്ടുകോഴി ഫ്രൈ ഉണ്ടോ ചേട്ടാ? ഇല്ല. സംഭവം നമ്മളിവിടെ വന്ന് കാട്ടുകോഴി ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് സാധനം ഇവിടെ ഇല്ലെന്നാ. അപ്പൊ നമ്മുടെ ക്യാമറ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ക്യാമറ ഓഫാക്കിയിട്ട് സാധനം തരാമെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ നമ്മള് സാധനം ഒരു ഫുൾ കാട്ടുകോഴി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. സാധനം ഇപ്പൊ വരും. സീനായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നും തരാം. ഇത് കാട്ടുകോഴി ഒന്നും ആയിരിക്കൂല. ഇത് എന്തെങ്കിലും മറ്റേ ചണ്ടിക്കോഴിയില്ല മുട്ടടുന്ന ചേറും മറ്റേ സാധനമൊക്കെ ആയിരിക്കും. ഈ മറ്റേ മുട്ടടുന്നൊരു കോഴിയുണ്ട്, ചണ്ടിക്കോഴി എന്ന് പറഞ്ഞിട്ട്. അതത്ര ഉറപ്പുണ്ടാവുള്ളൂ. കർണാടകയിലെ ഏത് ഹോട്ടലിൽ വന്നാലും ഇതേപോലെ തന്നെ ഉണ്ടാവും. മട്ടൻ കുളമ്പ്, സാലഡ്, പിന്നെ ഒരു സാധനം അത് എന്ത് ഗ്രേവിയാന്ന് എനിക്കറിയില്ല, ഞാനത് കഴിച്ചു നോക്കിയിട്ടില്ല ഇതുവരെ. ഈ മട്ടൻ കുളമ്പും റൈസും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ തന്നെ ഒരു ടേസ്റ്റാണ്. അങ്ങനെ ഇതാ നമ്മുടെ സാധനം കാട്ടുകോഴി പൊരിച്ചത് ഇതാ എത്തിയിരിക്കുന്നു, പ്ലസ് റൈസ്. ഇനി നമുക്കിത് കഴിച്ച് നോക്കിയിട്ട് ഉറപ്പിക്കാം കാട്ടുകോഴിയാണ് എന്ത് കോഴിയാണ് എന്താ സംഭവം എന്നുള്ളത്. ഇവർ ഈ ക്യാമറയൊക്കെ ഓഫാക്കിയിട്ടാണ് നമുക്ക് ഈ സാധനം തന്നത്, അതുകൊണ്ടാണ് ഒരു ഡൗട്ട് എന്താ സംഭവം. എല്ലാം കാട്ടുകോഴി പൊരിച്ചത് നല്ല ടേസ്റ്റ് കിട്ടും. ആ ടഫാ സാധനം, നല്ല ടഫാ. കാട്ടുകോഴിനാണത്, നല്ല ഉറപ്പല്ലേ? നല്ല ഉറപ്പുണ്ട്. ഇത് കാട്ടുകോഴിയാണോന്ന് അറിയില്ല, നിങ്ങൾ എന്തായാലും ഒന്ന് കഴിച്ചു നോക്ക്. സാധനം നല്ല അടിപൊളി ടേസ്റ്റാണ്, വെറൈറ്റി ആണ്. ഇങ്ങനെ ഒരു ചിക്കൻ ഞാൻ ഇന്നുവരെ കഴിച്ചിട്ടുണ്ട്. സാധാ കോഴിയല്ല, ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്. ഭയങ്കര ഹാർഡാണ് കിട്ടുക ഇറച്ചി. ഇത് അടിക്കാൻ തന്നെ ഭയങ്കര പാടാണ്. വെറൈറ്റി ടേസ്റ്റാണ്. എന്തായാലും ഇത് സാധാ കോഴിയല്ല, നമ്മൾ ഇങ്ങനത്തെ ഒരു കോഴിനെ എവിടുന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല ഉറപ്പാണ് ഇറച്ചി. നിങ്ങൾ ഈ വഴി പോണ ആൾക്കാരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യേണ്ട സാധനം. ഇതെന്തായാലും ഒരു സാധാ കോഴിയായിട്ട് തോന്നുന്നില്ല, സംഭവം നല്ല ടേസ്റ്റാണ്. പക്ഷെ കഴിക്കാൻ കുറച്ച് പണിയാണ്, കുറച്ച് ഹാർഡാണ് സാധനം. ഇതേ ശരിക്കും ഒരു ടേബിളിൽ ഒരാൾ കൊടുക്കുന്ന സാധനം എന്താ പ്രശ്നം അറിയാം, കടിച്ചു വെച്ച് ആദ്യം തന്നെ കണ്ണ് തെറിയും. അത്രയ്ക്ക് ഹാർഡായി സാധനമൊക്കെ പൊളിയാണ്, ഭയങ്കര ഹാർഡാണ്. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ മൊത്തം ആൾക്കാർ മൊത്തം ഈ കാട്ടുകോഴി കഴിക്കാൻ വേണ്ടി വരണം. ഇതിൻ്റെ ഈ എല്ലൊക്കെ കണ്ടോ, സാധാരണ കോഴിയിൽ നമ്മൾ കാണാത്ത പോലത്തെ നല്ല ഉറപ്പുള്ള എല്ലൊക്കെയാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. സാധനം മുതലാണ്, നല്ല എന്താ പറയുക റബ്ബർ ബാൻഡ് വന്നിട്ടാണ്. കട്ടിങ്ങനെ ഭരിക്കാനാണ് സാധനം കിട്ടില്ല. ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്.
ഇവിടെ വന്നുള്ള പ്രത്യേകം എന്താ അറിയോ, നമ്മൾ ഫോർമാറ്റിൽ ഇങ്ങനെ നുള്ളിപ്പറിച്ച് കഴിക്കാച്ചാൽ അതൊന്നും നടക്കൂല. ഒരു എളുപ്പമില്ലാതെ കടിച്ച് വലിക്കണേ ഉണ്ടോ, അല്ലാണ്ട് കിട്ടൂല. ഇത്ര ഡൈറ്റായിരുന്നു. ഇതുണ്ടോ ഈ കോഴിൻ്റെ കാലുണ്ടോ, നമ്മുടെ നാടൻ കോഴിക്കില്ല ഇത്രയും വലിപ്പമുള്ള കാല്, ഭയങ്കര ഹൈറ്റാണ് ഇതിൻ്റെ കാലിന്. അങ്ങനെ നമ്മൾ റൈസും പൊറോട്ടയും കാട്ടുകോഴിയൊക്കെ ഫിനിഷാക്കി. ഇതുണ്ടോ ഈ നായി കഴിച്ച് കാട്ടുകോഴിയുള്ള മുഴുവൻ വെറുതെ സാധാരണ ഇങ്ങനെ എല്ല് ബാക്കി വെക്കല്ലോ, ഇതെന്തുകൊണ്ട് ബാക്കി വെച്ചിട്ട് എല്ല് ഭയങ്കര കൊടുക്കാൻ. 500 ആണ് ഒരു ഫുള്ള് കാട്ടുകോഴി ഫ്രൈക്ക് വരുന്നത്. നിങ്ങളൊന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കാട്ടുകോഴിയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല, അവർ പറയുന്നത് ഇത് കാട്ടുകോഴിയാണെന്നാണ്. അപ്പോൾ നിങ്ങളൊന്ന് വന്ന് കഴിച്ച് നോക്ക്, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്ക്. എന്തായാലും 500 രൂപയാണ് ഒരു ഫുള്ളിന് വരുന്നത്. പക്ഷേ സാധനം മുതലാണ്, അതിനുള്ള ടേസ്റ്റ് ഉണ്ട് സാധനം.